ഹായ് ഹലോ മൈസെൽഫ് റൈസൻ റെനി ഫിലിപ്പ്. നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ടിയാഗോ പെട്രോൾ വെഹിക്കിളുമായിട്ട്. നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മോട്ടോർ ഷോറൂമിലാണ്, ആനയർ ബൈപ്പാസിലുള്ളത്. നമ്മളിപ്പം ഇന്ന് സംസാരിക്കുന്നത് ടിയാഗോ XZ+ എന്ന ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വെഹിക്കിളുമായിട്ടാണ്. നമുക്ക് 2024 വരുമ്പോഴത്തേക്ക് വെഹിക്കിളിൽ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് പറയാനും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തൊക്കെയാണ് 24 പുതിയ അപ്ഡേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു കളർ ലോഞ്ച് ആയിട്ടുണ്ട്, ഈ കിടക്കുന്ന ടൊർണാഡോ ബ്ലൂ. ഇതിനു മുൻപ് നമുക്ക് മിഡ് നൈറ്റ് പ്ലമ്മും അതുപോലെ അരിസോണ ബ്ലൂ 2 കളേഴ്സ് ഉണ്ടായിരുന്നു. അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പെട്രോളിൽ പുതിയ ഒരു കളർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ടൊർണാഡോ ബ്ലൂ. നമ്മുടെ ടിയാഗോയുടെ ഫ്രണ്ട് എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്നത്തെ ഉള്ളതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ഗ്രിൽസിൽ ക്രോം വരുന്ന ട്രൈ ആരോ മോട്ടീവും വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്സും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമുക്ക് ഹൂഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സും വെഹിക്കിൾ അവൈലബിൾ ആണ്. നമുക്ക് സൈഡ് വ്യൂസിലോട്ട് വരുമ്പോഴത്തേക്ക് വെഹിക്കിളിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുന്നത് അതിൻ്റെ 15 ഇഞ്ച് അലോയ്സ് ആണ്. മാത്രമല്ല പിയാനോ ബ്ലാക്കിൽ നമുക്ക് ORVMs വരുന്നുണ്ട്. അതും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഓട്ടോ ഫോൾഡാണ് വരുന്നത്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഹാൻഡിൽസിൽ നമുക്കൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ 50 lakhs കാസിൻ്റെ ബാഡ്ജിങ്ങും നമുക്ക് ഈ എല്ലാ വെഹിക്കിൾസെ പോലെ ഇതിലും വരുന്നുണ്ട്. റിയറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞ് സ്പോയിലറും ഡീഫോഗർ ലൈൻസും റിയർ വൈപ്പേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ മാത്രമല്ല നമുക്കൊരു ക്രോമിൻ്റെ ഒരു എഡ്ജ് ഗാർഡും വരുന്നുണ്ട്. 24 വെഹിക്കിളിൻ്റെ ലോഗോയിലും ചെറിയ വ്യത്യാസം ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ മെറ്റൽ 3D പ്രിൻറ്റിന് പകരം കുറച്ചുകൂടെ ഗ്ലോസി ഫിനിഷ് വരുന്ന ഒരു ലോഗോയാണ് വന്നിരിക്കുന്നത്. ടിയാഗോയുടെ ബാഡ്ജിങ്ങും ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് 242 ലിറ്റർ വരുന്ന കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലോട്ട് വരുമ്പോഴത്തേക്ക് അറൗണ്ട് 172 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 86 PS പവർ 113 Nm ടോർക്കും വാഹനത്തിൽ വരുന്നുണ്ട്. വെഹിക്കിൾ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് ബീച്ച് ഇൻറ്റീരിയർ തീമിലാണ് വെഹിക്കിൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ബെസൽസിലും ബോഡി കളർ വരുന്നുണ്ട്. ഇതിലിപ്പം ടൊർണാഡോ ബ്ലൂ ആ ഒരു ബെസൽസിൽ ഇൻറ്റീരിയറിലും വരുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ഹർമൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റീസും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, നമുക്ക് അതുപോലെ തന്നെ കൂൾഡ് ആയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളും ക്രൂയിസ് കൺട്രോളും സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസുമാണ് വെഹിക്കിൾ വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും വെഹിക്കിൾ വരുന്നുണ്ട്. റിയർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഐസോ ഫിക്സും വെഹിക്കിൾ വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് അലാമും നമുക്ക് വെഹിക്കിൾ വരുന്നുണ്ട്. നമുക്ക് വെഹിക്കിളിൽ സീറ്റ് ടൈപ്പ് ചാർജിങ് ഓപ്ഷൻസും അതുപോലെ തന്നെ 12 വാട്ടിൻ്റെയും ചാർജിങ് ഓപ്ഷൻസും നമുക്ക് വെഹിക്കിൾ അവൈലബിൾ ആണ്. നമുക്ക് ടിയാഗോയിലോട്ട് വരുമ്പോഴത്തേക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് പോലെ തന്നെ കൂൾഡ് ഗ്ലൗ ബോക്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. 5,60,000 എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടിയാഗോ വാഹനം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു കോമ്പറ്റീഷനിൽ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും 4 സ്റ്റാർ റേറ്റഡുമായി അൺകോംപ്രമൈസ്ഡ് ഉള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പുലർത്തുന്ന വാഹനമാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ ഒരു ഇൻട്രോഡക്ടറി ഹാച്ച് ബാക്ക് എന്ന നിലയിൽ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഹാച്ച് ബാക്ക് വാഹനമാണ് ടിയാഗോ.